ഹലോ ഗൈസ്, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. കൂടുതലും ഇത് കുഞ്ഞു കുട്ടികൾക്കായിരിക്കും കേട്ടോ ഉപകാരപ്പെടുന്നത്. മീൻ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ മണ്ണിര ബൈറ്റായിട്ട് യൂസ് ചെയ്യും. അപ്പം മണ്ണിര പിടിക്കാനുള്ള കാര്യങ്ങൾ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയണത്. അപ്പം നിങ്ങൾക്ക് തോന്നും ഇതിലിപ്പോൾ എന്താ അറിയാനുള്ളതെന്ന്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മണ്ണിര എവിടെ നിന്നാണോ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എങ്ങനെ കണ്ടുപിടിക്കാം, ആ പ്ലേസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. മണ്ണിന് ചെറിയ നനവുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ കൂടുതലും മണ്ണിര ഉണ്ടാവുക. ഓവർ വെള്ളം ഉണ്ടാവാൻ പാടില്ല, എന്നാൽ ഓവർ ഡ്രൈ ആവാനും പാടില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് മണ്ണിര ഉണ്ടാവുക. പിന്നെ ഇവരെ കൂടുതൽ കാണുന്നത് തേരട്ടയുടെ ഒരു പുറ്റുണ്ടാവും, ഇങ്ങനെ മണ്ണിൻ്റെ മേലെ ഇങ്ങനെ കുന 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 ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും തേരട്ട. അതിൻ്റെ അടിയിൽ തീർച്ചയായിട്ടും മണ്ണിര ഉണ്ടാവും. കാരണം ആ തേരട്ട ജീവിക്കുന്ന സാഹചര്യം തന്നെയാണ് മണ്ണിരയ്ക്കും വേണ്ടത്. അപ്പോൾ അത്രയും നനവുള്ള സ്ഥലങ്ങളിൽ കൂടുതലും മണ്ണിര കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടുകാർ വെച്ചിട്ടുള്ള കുഞ്ഞ് തൈ, കുരുമുളക്, അതുപോലുള്ള മാവ്, അതുപോലെ സാധനങ്ങൾ നട്ടു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെടികളൊക്കെ അമ്മ നട്ടതുണ്ടാവും. ഇതിൻ്റെ ചോട്ടിലൊന്നും പോയി കളച്ചിട്ട് അതൊന്നും നശിപ്പിച്ച് കളയരുത്. വീട്ടുകാർ ഒരു സാധനവും നടാത്ത ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലായിരിക്കണം നമ്മൾ ഇത് കളച്ച് മണ്ണിര പിടിക്കേണ്ടത് കേട്ടോ. സിങ്കിൻ്റെ ഒക്കെ വെള്ളം കളയണ സ്ഥലങ്ങളിൽ അവിടെയൊക്കെ മണ്ണിര ഉണ്ടാവും. അപ്പോൾ അത് ചില വീട്ടിലൊക്കെ അത് കുഴി കുത്തിയിട്ട് മറ്റേ ഒരു ടാങ്ക് പോലുള്ള സെറ്റപ്പിലേക്ക് ആക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളത് പറ്റില്ല. അത് സാധാരണ വെറുതെ പുറത്തേക്ക് ഒരു പൈപ്പ് വെച്ച് വിട്ടേക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവിടെ കുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മണ്ണിര കിട്ടും കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കിളച്ച് മാറ്റിയിടുമ്പോൾ അതിനകത്ത് പഴുതാര വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുരുടിപ്പാമ്പ്, മണ്ണിരോട് സാമ്യമുള്ള ഒരു സംഭവം തന്നെയാണ് ഈ കുരുടിപ്പാമ്പ്. പലരോടും ചോദിക്കുമ്പോൾ അതിന് വിഷമില്ല എന്നൊക്കെയാണ് പറയണത്. പക്ഷേ കൂടുതലും ഞാൻ കേട്ടിട്ടുള്ളത് അതിന് വിഷമുണ്ട് എന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ കുറിച്ചൊരു വീഡിയോ കണ്ടായിരുന്നു, അതിന് തീരെ വിഷമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് മണ്ണിരേനെയും ആ കുരുടിപ്പാമ്പിനെയും തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റും. അതിനൊരു തിളക്കം കൂടുതലായിരിക്കും, കുറച്ചുകൂടിയും കറുപ്പ് കളറായിരിക്കും. അപ്പോൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിഷം ഉണ്ടോ ഒന്നും നോക്കണ്ട, അതിനെ ഒഴിവാക്കി വിടുക. അത് മാക്സിമം ഇപ്പോൾ പറ്റുകയാണെങ്കിൽ അതിനെ തല്ലിക്കൊന്ന് അവസാനിപ്പിക്കുക. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കൊത്തി കളച്ചിട്ട ഭാഗമൊക്കെ നമ്മൾ തിരിച്ചതുപോലെ തന്നെ തിരിച്ചിടുക. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തികേടായിട്ട് കിടക്കില്ല. ഇപ്പം നമ്മളവിടെ വെറുതെ കൊത്തി കളച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടി നിൽക്കും, അങ്ങനെ അത് കൊതുക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മണ്ണ് ഇതുപോലെ തന്നെ അത് തിരിച്ചിടുക. അപ്പോൾ ചിലപ്പോൾ ബോണസായിട്ട് ചിലപ്പോൾ ഒരു മണ്ണിരയും കിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ കൊത്തി കളയ്ക്കാൻ ഉപയോഗിച്ച ഉപകരണം എന്താണോ അത് വൃത്തിക്ക് കഴുകി അത് എവിടുന്ന് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ വൃത്തിക്ക് കൊണ്ടുവയ്ക്കണം കേട്ടോ. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർക്കെങ്കിലും ഇതൊരു കോമഡി ആയിട്ട് തോന്നിട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മൾ നാസയിൽ റോക്കറ്റ് വിടുന്ന കാര്യം മാത്രമല്ല കേട്ടോ, ഒരു അറിവും ചെറുതല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.